എല്ലാവർക്കും ലണ്ടൻ വിശേഷങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കുട്ടിയായിട്ട് നമ്മൾ സംസാരിക്കാൻ ഇടയായി. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ഈ ആഴ്ചയിൽ നമുക്ക് 20 മണിക്കൂറാണ് സ്റ്റുഡൻസിന് ജോലി ചെയ്യാൻ പറ്റണത്. അപ്പോൾ ആ 20 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റുന്ന പല സന്ദർഭങ്ങളിലും അവർക്ക് കൃത്യമായിട്ട് അവേഴ്സ് ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസുകൾക്ക് കൃത്യമായിട്ടൊരു ബാക്കപ്പ് ജോലി ലഭിക്കുന്ന രീതിയിൽ പാർട്ട് ടൈം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ NHS ഹോസ്പിറ്റലുകളിൽ പല സപ്പോർട്ടിങ് ജോലികൾക്കും പാർട്ട് ടൈം ജോലി പാർട്ട് ടൈം കോൺട്രാക്ട് നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ട് ടൈം കോൺട്രാക്ട് അവേഴ്സ് നേടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ നേടിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. സ്റ്റുഡൻസിന് നമുക്ക് 20 മണിക്കൂറാണ് ആഴ്ചയിൽ മാക്സിമം ചെയ്യാവുന്ന അവേഴ്സ്. അപ്പോൾ NHS ഹോസ്പിറ്റലിലുള്ള പാർട്ട് ടൈം ജോലികളെ കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മുടെ UK ഇപ്പോൾ ഇതുവരെയും സ്റ്റുഡൻസിനുള്ള പാർട്ട് ടൈം ജോലികളൊന്നും നിർത്തലാക്കിയിട്ടില്ല. മറ്റു പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും കൂടുതലായിട്ട് സ്റ്റുഡൻസ് വരുന്നത് കൊണ്ട് അവരുടെ പാർട്ട് ടൈം ജോലികൾ അവർക്ക് നൽകുന്ന അവേഴ്സുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ ഞങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ പർട്ടിക്കുലർ ഏത് രാജ്യം എന്ന് പറയാനുള്ളൊരു സെറ്റപ്പ് ആയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. എന്നാലും അവരുടെയൊക്കെ സുഹൃത്തുക്കൾ മറ്റു പല രാജ്യങ്ങളിലും ജോലിക്ക് പഠിക്കാനായിട്ട് പോയി അവിടെ പാർട്ട് ടൈം ജോലിക്ക് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് ചെറിയൊരു വരുമാനം കണ്ടെത്തി ഫീസ് അടയ്ക്കാനും അതുപോലെ തന്നെ റൂം റെന്റ് ഷെയറിങ് കൊടുക്കാനൊക്കെ സാധിക്കുന്ന രീതിയിൽ അതിനാണല്ലോ പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത്. എന്തായാലും UK ഇതുവരെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. മറ്റു പല ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോലി നിഷേധിക്കുന്നതായിട്ട് കേൾക്കാനിടയായി. എന്തായാലും സത്യമാണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എനിവേ, നമുക്ക് യൂറോപ്പിൽ ഇപ്പോൾ UK ഈ ഒരു പ്രശ്നം ഇതുവരെ ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു പാർട്ട് ടൈം ജോലി കണ്ടെത്താം, എങ്ങനെയാണ് അതിൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ പോകുന്നത്, എന്തെല്ലാം ജോലികളിൽ പാർട്ട് ടൈം അപേക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ, എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ ഒരു പാർട്ട് ടൈം ജോലിക്കാരനാണ് NHS ഹോസ്പിറ്റലിൽ. വെറും 15 മണിക്കൂറാണ് എനിക്ക് ആഴ്ചയിൽ NHS ഹോസ്പിറ്റലിൽ കോൺട്രാക്റ്റ് ഉള്ളത്. അത് പെർമനൻറ്റ് കോൺട്രാക്റ്റാണ്, പാർട്ട് ടൈം കോൺട്രാക്റ്റാണ്. പാർട്ട് ടൈം പെർമനൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷനാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് സപ്പോർട്ടിങ് വർക്കുകളുടെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് നേടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ട്രാക്കിൽ ഓടിയാൽ NHSൽ എത്താമെന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ട്രാക്ക് എന്ന് പറഞ്ഞ സൈറ്റ് വഴിയാണ് NHS ഹോസ്പിറ്റലുകളുടെ എല്ലാവിധ വേക്കൻസികളും വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രാക്ക് എന്ന് പറഞ്ഞ സൈറ്റിൽ, ഏജൻസി അല്ല ഇത്, ആ ട്രാക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമ്മൾ പോവുക. എന്നിട്ട് നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള NHS ഹോസ്പിറ്റലുകളുടെ വേക്കൻസീസിൽ സപ്പോർട്ടിംഗ് സർവീസസ് ചെക്ക് ചെയ്യുക. ഈ സപ്പോർട്ടിംഗ് സർവീസസിൽ ബാൻഡ് 2 ആയിട്ടുള്ള പേയ്മെൻ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതിൽ 15 മണിക്കൂറിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ട്, 23 മണിക്കൂറിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ട്. ഇനി അതിലും കൂടുതൽ അവേഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഇതാണെങ്കിൽ നമ്മുടെ RTW, റൈറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ചെക്ക് ചെയ്യും. അപ്പോൾ എംപ്ലോയർ RTW ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന അവേഴ്സിനുള്ളിലുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ NHSൽ ഏതൊരു ജോലി ലഭിക്കുന്നതിനും നമുക്ക് ബാക്കപ്പ് ഹിസ്റ്ററി അവർ റെഫറൻസ് ആയിട്ട് നമുക്ക് മെയിൽ അയച്ചു തരികയും നമ്മുടെ ഇത്ര വർഷം നമ്മൾ എവിടെയായിരുന്നു ഇതിനു മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ആ സ്ഥാപനങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമായിരുന്നെങ്കിൽ ആ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് NHSൽ നമുക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് 20 മണിക്കൂറാണല്ലോ എഗ്രിമെൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ എഗ്രിമെൻ്റ് കൂടുതൽ അവേഴ്സ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പല അവസരങ്ങളിലും പറ്റും. കാരണം കോളേജിൽ പോകേണ്ടാത്ത അവസരങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ അവേഴ്സ് വർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പല സ്ഥാപനങ്ങളിലും കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്ത സ്ഥാപനങ്ങളിൽ, ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആണെങ്കിൽ അവർ ആ മിനിമം കോൺട്രാക്റ്റ് കൂടുതൽ കൊടുക്കാൻ അവർക്ക് സാധിക്കാറില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ NHS ഹോസ്പിറ്റലാണെങ്കിൽ ബാങ്ക് ഷിഫ്റ്റ് നമുക്ക് ബുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് പാർട്ട് ടൈം എഗ്രിമെൻറ്റ്, നമ്മുടെ നോർമൽ എഗ്രിമെൻറ്റ് 15 അവേഴ്സ് ഉള്ളൂ എങ്കിലും നമ്മൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ, ബാങ്ക് ഡ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഓവർ ടൈം ഡ്യൂട്ടീനെയാണ് UK ബാങ്ക് ഡ്യൂട്ടി എന്ന് ഇവർ പറയുന്നത്.
അപ്പോൾ ഈ ബാങ്ക് ഡ്യൂട്ടിയിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ മാനേജർ ആ ലൈൻ മാനേജർ എഗ്രി ചെയ്ത് നമുക്ക് ബാങ്ക് ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട് അനുമതി നൽകുകയാണെങ്കിൽ നമുക്ക് സ്കൂള് കോളേജ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ചിലപ്പോൾ 37.5 മണിക്കൂർ ഫുൾ ടൈം നമുക്ക് ജോലി ചെയ്യാം. അപ്പോൾ അങ്ങനെ ഈ 15 മണിക്കൂർ കൂടുതലായിട്ടുള്ള സമയം നമ്മൾ എഗ്രിമെൻറ്റ് 15 മണിക്കൂറാണെന്ന് കരുതുക, അത് കൂടുതലുള്ള സമയം നമുക്ക് വർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ വീക്കെൻഡുകളോ നമുക്ക് ഫ്രീ ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് ബാങ്ക് ഡ്യൂട്ടി നമ്മുടെ പോർട്ടലിൽ പോയിട്ട് ബുക്ക് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. സാധാരണ ഒരു സ്റ്റുഡൻറ്റ് കോളേജിൽ പോകുന്നത് മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കുമല്ലോ. ഈ മൺഡേ ടു ഫ്രൈഡേയിൽ ഫുൾ ദിവസങ്ങളൊന്നും കോളേജിൽ പോകേണ്ടതായിട്ട് ഉണ്ടാവാറില്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ ശനിയും ഞായറും നമുക്ക് കമ്പൽസറി ആയിട്ട് ഒരു 15 മണിക്കൂർ എഗ്രിമെൻറ്റ് കൊടുത്ത് നമ്മളൊരു NHSൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് NHSൽ നിന്നും സൺഡേ അലവൻസും സാറ്റർഡേ അലവൻസും നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ആ 2 ദിവസം ഒരു 15 മുതൽ 23 അവേഴ്സ് 23 അല്ല 20 അവേഴ്സിൻ്റെ എഗ്രിമെൻ്റൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഏകദേശം ഒരു 1000 പൗണ്ട് അല്ലെങ്കിൽ 850 പൗണ്ടിൻ്റെ 850-നും 1000-ത്തിൻ്റെ ഇടയിലുള്ള ഒരു എമൗണ്ട് നമുക്ക് NHS ഹോസ്പിറ്റലിൽ നിന്ന് നേടാൻ സാധിക്കും. രണ്ടാമതുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NHS ഹോസ്പിറ്റലിൽ ഒരു ജോബ് ആണെങ്കിൽ നമുക്ക് സെക്യൂർ ആണ്. NHSൽ ഒരു പാർട്ട് ടൈം പെർമനൻറ്റ് കോൺട്രാക്റ്റ് നമ്മൾ കിട്ടി, അതിൻ്റെ അകത്ത് നമുക്കൊരു ജോലിയിൽ നമ്മൾ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ മുഴുവൻ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് കരുതുക. അതിനുശേഷം നമ്മൾ വൺസ് ഒരു ജോലി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ജോലിക്ക് അന്വേഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് കരുതുക. ആ സിറ്റുവേഷനിലൊക്കെ ഇവിടുത്തെ റെഫറൻസിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ റെഫറൻസിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ NHSൻ്റെ ജോലികൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മറ്റേതൊരു സ്ഥാപനത്തിനേക്കാളും കൂടുതൽ ക്രെഡിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ NHS ഹോസ്പിറ്റലുകൾക്ക്. NHS ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇവിടെ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു. നേഴ്സിംഗ് സ്റ്റുഡൻസിന് എന്നാ പറയണേ, ഇയർലി ആണോ മാസത്തിലാണോ എന്ന് എനിക്കറിയില്ല, ഇത്ര അവേഴ്സ് നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പോലെ തന്നെ NHS ഹോസ്പിറ്റലുകളിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ NHS ഹോസ്പിറ്റലിൽ പോയി ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം നമ്മൾ ചെയ്യേണ്ട ജോലികളെ കുറിച്ചൊക്കെ ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളൊരു പാർട്ട് ടൈം ജോലിക്കാരനായിട്ട് NHS ഹോസ്പിറ്റലിൽ കയറുവാണെങ്കിൽ നിങ്ങൾ നേഴ്സിംഗ് റിലേറ്റഡോ അല്ലെങ്കിൽ പേഷ്യൻ്റ് റിലേറ്റഡ് ആയിട്ടും മറ്റേ മൈക്രോബയോളജി അങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലുകളിലെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അവിടുത്തെ ജോലി കൾച്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേയധികം അഡ്വാൻറ്റേജസുകൾ നമുക്ക് NHS ഹോസ്പിറ്റലുകൾ ജോലിക്ക് പാർട്ട് ടൈം ജോലി നമ്മൾ നേടുവാണെങ്കിൽ സാധിക്കും കേട്ടോ. എല്ലാ സ്റ്റുഡൻസും സാധാരണ ചെയ്യുന്നത് വരുന്നു, അപ്പോൾ തന്നെ ജോലികൾക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നു, മിനിമം വേജസിലെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റുകളിൽ പാർട്ട് ടൈം ജോലിക്കായിട്ട് കയറുന്നു. കാരണം പാർട്ട് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളുടെ വൈകുന്നേരങ്ങളിലുള്ള പാർട്ട് ടൈം ആയിട്ടല്ല ഇവിടെ കൺസിഡർ ചെയ്യണത്. ടോട്ടൽ 37.5 മണിക്കൂറാണ് ഫുൾ ടൈം ജോലി. ആ ഫുൾ ടൈം ജോലിയിൽ നമ്മൾ കുറച്ച് എത്ര അവേഴ്സ് എഗ്രിമെൻറ്റ് ചെയ്താലും അതെല്ലാം പാർട്ട് ടൈം ജോലിയായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്ന ജോലി നമുക്ക് ആഴ്ചയിൽ 2 ദിവസം പോയി മൊത്തത്തിൽ ചെയ്ത് തീർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 15 മണിക്കൂർ, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, 15 മണിക്കൂർ എഗ്രിമെൻ്റാണ് എനിക്ക് NHS ഹോസ്പിറ്റലായിട്ടുള്ളത്. ആ NHS ഹോസ്പിറ്റലിൽ 15 മണിക്കൂർ എഗ്രിമെൻ്റ് ഉള്ളത് 2 ദിവസമായിട്ടാണ് ചെയ്തു തീർക്കുന്നത്. സ്റ്റുഡൻസും ഇവിടെ ആദ്യമായിട്ട് വന്ന് അവർ വിദ്യാഭ്യാസത്തിന് കോളേജിൽ പോകുന്നു, യൂണിവേഴ്സിറ്റി പോകുന്നു, അതിൻ്റെ ഇടയിൽ നമ്മൾ പാർട്ട് ടൈം ജോലികൾക്ക് പോകുന്നു. ഈ പാർട്ട് ടൈം ജോലികളിൽ നമ്മൾ ഇല്ലീഗലായിട്ട് പലരും ഈ ക്യാഷ് ഇൻ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ജോലികൾക്ക് പോകുന്ന പ്രവണത കണ്ടിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. നമുക്ക് ടാക്സ് കൊടുക്കണ്ട, കണക്ക് കാണിക്കണ്ട, നമ്മൾ എന്നാ പറയണേ, നമുക്ക് ജോലി ചെയ്യുന്നു, നമുക്ക് അതിനുള്ള കൂലി കിട്ടുന്നു. പക്ഷേ നമുക്ക് മിനിമം വേതനം പോലും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം അവസ്ഥ. കാരണം മിനിമം 11-40 പൗണ്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ 1 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡൊക്കെ ആയിട്ട് കൊടുക്കുന്ന പല സ്ഥാപനങ്ങളും 8 പൗണ്ടൊക്കെയാണ് നൽകുന്നത്. ബാക്കി 4 പൗണ്ടോളം നമുക്ക് നഷ്ടമാണ് 1 മണിക്കൂർ നമ്മൾ പണിയെടുക്കുന്നതിന്. എന്നിരുന്നാൽ പോലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്ക് നേരിട്ട് അറിയില്ല. എന്നാലും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ പോയി നമ്മളൊരു പോലീസ് നമ്മളെ പിടിക്കാനും അല്ലെങ്കിൽ HMRCയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ടാക്സിൻ്റെ സൈഡിൽ നിന്നോ നമ്മളെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ ലീഗൽ അല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ പോയി പെട്ട് നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വന്നു, ആ സമയത്ത് നമുക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് ഭാവി എന്ന് പറഞ്ഞൊരു
ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു കാര്യം ഈ രാജ്യത്ത് നമ്മുടെ ഇല്ലാതായി പോയി തീരും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും നല്ല സ്ഥാപനങ്ങളിൽ നമ്മൾ പാർട്ട് ടൈം ജോലികൾ കണ്ടെത്തുക. അങ്ങനെ ജോലികൾ കണ്ടെത്താനായിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, വീഡിയോസ് ചെയ്തേക്കുന്നവരുണ്ട്. ഞാൻ തന്നെ ട്രാക്ക് വഴി NHSൽ എങ്ങനെ ജോലി നേടാമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഈ NHSൽ എങ്ങനെ ഒരു പാർട്ട് ടൈം ജോലി കണ്ടെത്താമെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ NHSലേക്ക് നിങ്ങൾ ട്രാക്കിലാണ് ജോബ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, TRAC എന്നാണ് അതിൻ്റെ സ്പെല്ല്. അങ്ങനെ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് കിട്ടും. ഇനി ഇൻ കേസ് അതിൻ്റെ അകത്ത് നമ്മളൊരു CV പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അതൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേമുകൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ട്രാക്കിലുള്ള CV വായിച്ച് നോക്കി അതിൻ്റെ അകത്തുനിന്ന് ഓരോ വ്യക്തികളെയും ഫിൽട്ടർ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യർ വായിച്ച് നോക്കിയിട്ടല്ല നിങ്ങളുടെ CV ഫിൽട്ടർ ചെയ്യുന്നത്. അതിനുശേഷം അങ്ങനെ ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന CV ആണ് ലൈൻ മാനേജർമാർക്ക് പോവുക. പിന്നീടാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവുക. ഇതെല്ലാം ഇങ്ങനെ റെഫറൻസിങ്ങും കാര്യങ്ങളും കടമ്പകളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് NHSൽ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ, NHSൽ ഒരു പാർട്ട് ടൈം ജോലി നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലിയാണ്. NHS ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സ്ഥാപനങ്ങളെ പോലെയല്ല. പക്ഷേ UK ഏതൊരു സ്ഥാപനത്തിൽ ജോലി നോക്കിയാലും ആ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്ന റെഫറൻസിന് എല്ലാത്തിനും വാല്യൂ ഉള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി റെസ്റ്റോറൻറ്റിൽ ജോലി നോക്കി അതുകൊണ്ട് നമുക്ക് റെഫറൻസ് മോശമാകുന്നു അങ്ങനെയൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവർക്ക് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് NHS ഹോസ്പിറ്റലുകളിലുള്ള പാർട്ട് ടൈം ജോലികൾ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. എന്തായാലും മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ബൈ.